നമസ്കാരം. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് കടയുടമയും സ്റ്റാഫും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ള ഒരു വാർത്ത നമ്മൾ എല്ലാവരും കണ്ടിരുന്നു, ഞാനും കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദമായിട്ട് ഞാൻ അറിഞ്ഞത് ഇങ്ങനെയാണ്. അതായത് നമ്മുടെ അലി എന്ന് പറയുന്ന വ്യക്തി കോഴിക്കോടുകാരനാണ്. 3 വർഷം മുമ്പ് ചടയമംഗലത്ത് അയാൾ ഒരു ഫർണിച്ചർ ഷോറൂം തുടങ്ങുന്നു. അവിടെ ഒരു സെയിൽസ് ഗേളായിട്ട് ആണ് നമ്മുടെ ദിവ്യ എത്തുന്നത്. ദിവ്യ വളരെ സുന്ദരി, വളരെ സ്മാർട്ടുമായിരുന്നു കേട്ടോ. വരുന്നവരെയൊക്കെ ഒരു കസ്റ്റമേഴ്സ് വന്നാൽ അവരെ ഒരു സാധനമെങ്കിലും അവിടുന്ന് മേടിപ്പിക്കാതെ ദിവ്യ വിടില്ലായിരുന്നു. അത്രമാത്രം നല്ല രീതിയിൽ ആൾക്കാരെ സംസാരിക്കാനും ചിരിക്കാനും പറഞ്ഞ് അവരെ കയ്യിലെടുക്കാനും ഒക്കെ ഉള്ള ഒരു പ്രത്യേക കഴിവ് നമ്മുടെ ദിവ്യയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ദിവ്യയുടെ ഈ ഒരു പ്രത്യേകത അതിൻ്റെ ഓണറായിട്ടുള്ള അലിയെ ആകർഷിച്ചു. അലി പ്രത്യേകം ശ്രദ്ധിച്ചു. മറ്റ് സ്റ്റാഫുകൾക്കില്ലാത്ത ഈ കഴിവ് അലിക്ക് ഇവളോട് ഒരു പ്രത്യേക ആകർഷണം ഉണ്ടാക്കാൻ കാരണമാകുന്നു. ഈ ആകർഷണം ക്രമേണ മറ്റൊരു അതിരിവിട്ട ബന്ധത്തിലേക്ക് പോകുന്നു. സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് കട നല്ല രീതിയിൽ നല്ല ബിസിനസ് ആയിട്ടൊക്കെ പോകുന്നതാണ്. അയാളുടെ ഒരു ബിസിനസ് തന്ത്രമാണ്. കാരണം മലപ്പുറത്തും കോഴിക്കോടും ഒക്കെയുള്ള ആൾക്കാർ വന്നിട്ട് കൊല്ലം, തിരുവനന്തപുരം ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ഷോറൂമുകളൊക്കെ തുടങ്ങുന്നത് നല്ല രീതിയിൽ പോകും എന്നുള്ള ഒരു ബിസിനസ് തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരിങ്ങനെ തുടങ്ങുന്നത്. എന്തായാലും നമ്മുടെ അലിയുടെ കട നല്ല രീതിയിൽ തന്നെ ചടയമംഗലത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കാൻ നല്ല ബിസിനസ് അവിടെ നടക്കുന്നു. അപ്പോൾ നമ്മൾ ഓർക്കുക, അതിനകത്തുള്ള ഏറ്റവും പ്രധാന ഒരു ഈ കച്ചവടം നല്ല രീതിയിൽ നടക്കാൻ പ്രധാന കാരണം തന്നെ നമ്മുടെ ദിവ്യയാണെന്നുള്ള സത്യം നമ്മൾ ഓർക്കേണ്ടത്. അങ്ങനെ ഇവർ നല്ല രീതിയിൽ ബന്ധം തുടർന്നുകൊണ്ട് പോകുന്നു. അങ്ങനെ പോകുന്ന സമയത്താണ് അല്ലെങ്കിൽ ഈ രാത്രിയിലൊക്കെ താമസിച്ച് വീട്ടിൽ വരുമ്പോൾ ഇവൾ ഭർത്താവിനോട് പറയും കടയിൽ തിരക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണമായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അയാൾ അതൊക്കെ വിശ്വസിക്കുമായിരുന്നു. കാരണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഭർത്താവും വെറും ഇവിടുത്തെ ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അലിക്ക് ഒരാഗ്രഹം. കാരണം ഇനി മറ്റൊരു ടെക്സ്റ്റൈൽ ഷോപ്പും കൂടെ തുടങ്ങണം എന്നുള്ള ആഗ്രഹം. ആ സമയത്ത് നമ്മുടെ ദിവ്യ പറയുന്നു, വേണ്ട തുടങ്ങിക്കോളൂ, ഞാനുണ്ടല്ലോ കൂടെ, ഞാൻ എല്ലാ സഹായവും ചെയ്തോളാം, തുടങ്ങിക്കോളൂ എന്ന് പറയുന്നു. അങ്ങനെ ഇയാൾ ഓയൂരില്ല ഒരു ടെക്സ്റ്റൈൽ ഷോറൂം, ലാവിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ഒരു ടെക്സ്റ്റൈൽ ഷോറൂം തന്നെ തുടങ്ങുകയാണ്. അപ്പോൾ ഇവളെ അവിടുത്തെ മാനേജരാക്കുന്നു. ഇവൾ മാനേജർ മാത്രമല്ല, അവിടുത്തെ ഓൾ ഇൻ ഓളായിട്ട് ഇവളങ്ങ് മാറിക്കഴിഞ്ഞു. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതും തീരുമാനിക്കുന്നതും സ്റ്റാഫുകളെ ഭരിക്കുന്നതും മറ്റ് സാമ്പത്തിക കാര്യങ്ങളും എല്ലാം നോക്കുന്നത് നമ്മുടെ ദിവ്യയാണ്. അപ്പോൾ ഉടമസ്ഥനായിട്ടുള്ള അലി ചിലപ്പോൾ ഒരാഴ്ച 2-3 ദിവസം മാത്രം അവിടെ വന്നില്ലെങ്കിലുമായി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർക്ക് ഒരു വീടൊക്കെ, ഈ ദിവ്യയ്ക്ക് ഒരു വീടൊക്കെ പണിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ബാംഗ്ലൂർ, ബോംബെ, കോയമ്പത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് ഇവർ തുണിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തുണിയെടുക്കാൻ പോകുമ്പോൾ ഇവർ രണ്ടും കൂടെ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം യാത്രയും മറ്റ് താമസവും ഒക്കെ ഒരുമിച്ചാവും ഈ ദിവസങ്ങളിൽ. കാരണം ദൂരെ സ്ഥലത്തോട്ട് പോകുന്നതാണ്. അപ്പോൾ പോയിട്ട് അന്ന് തന്നെ അവർക്ക് വരാൻ പറ്റിയെന്ന് വരത്തില്ല. ചിലപ്പോൾ ദിവസങ്ങളോളം അവിടെ തങ്ങേണ്ടി വരും. ഇതൊക്കെ ഒരുമിച്ചാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഇവരുടെ ഒരു ബന്ധം ഇങ്ങനെ വഴിവിട്ട ആ ഒരു ബന്ധം ഇങ്ങനെ തുടർന്നുകൊണ്ടേ പോവുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ അലിയുടെ ഭാര്യയുടെ ചെവിയിൽ ആരോ എത്തിക്കുന്നു, കൊല്ലത്ത് അലിക്കൊരു ബന്ധമുണ്ട്, മറ്റ് സാമ്പത്തികമായിട്ടൊക്കെ ഇയാൾ ഒരുപാട് അവൾ തട്ടി എടുക്കുന്നുണ്ട്, പറ്റിക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയും അങ്ങനെ അലിയുടെ ഭാര്യ ആകെ പ്രശ്നമാക്കുന്നു. അലി ആകെ വെട്ടിലാകുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. അയാളുടെ കുടുംബജീവിതം തന്നെ താറുമാറാകുന്നു. കുടുംബജീവിതത്തിൽ കലഹങ്ങളും പ്രശ്നങ്ങളും ആകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇയാൾക്ക് കച്ചവടത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരുന്നു. കടയിൽ കച്ചവടം കുറഞ്ഞു വരുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടുള്ള അലി ഇവളോട് പറയുന്നു, നമുക്ക് ഈ ബന്ധം ഉപേക്ഷിക്കാം. കാരണം ഇവക്കും 2 കുട്ടികളുണ്ട്, അയാൾക്കും 3 കുട്ടികളുണ്ട്, ഒരു ഭാര്യയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ ഇങ്ങനെയുള്ള അവിഹിത ബന്ധങ്ങളൊന്നും തന്നെ ഒരു രീതിയിലും നിലനിൽക്കില്ല. അത് ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് ഒരു ഭാര്യയുടെ നിന്ന് കിട്ടാത്ത സ്നേഹം ചിലപ്പോൾ ഈ അവിഹിതത്തിലുള്ള സ്ത്രീയിൽ നിന്ന് ഒരു ഭർത്താവിന് കിട്ടിയേക്കാം, അല്ലെങ്കിൽ ഒരു ഭർത്താവിൽ നിന്ന് കിട്ടാത്ത സ്നേഹവും പരിഗണനയൊക്കെ ആദ്യം കുറച്ച് നാൾ ഒരു സ്ത്രീക്ക് മറ്റൊരു അന്യപുരുഷനിൽ നിന്ന് കിട്ടിയേക്കാം. അതൊന്നും ഒരു സ്ഥിരമുള്ള കാര്യമല്ല. സ്ഥിരമുള്ള എന്ന് മാത്രമല്ല, യാതൊരു മര്യാദയില്ലാത്ത വെറും വൃത്തികെട്ട ഏർപ്പാടാണ് അതൊക്കെ. ഈ പെണ്ണുങ്ങളൊക്കെ ഇനി ഏത് കാലത്ത് മനസ്സിലാക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഇയാൾ കടയിൽ വന്നിട്ട് താഴെ അവർക്ക് ഗോഡൗണൊക്കെ ഉണ്ട്. അപ്പം ഈ ഗോഡൗണിൽ ഇവർ രണ്ടുകൂടെ പോയിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്നുള്ള ഒരു വിശ്വാസത്തിലായിരിക്കും ഇവർ ഗോഡൗണിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഗോഡൗണിൽ ചെന്നിരുന്നുകൊണ്ടാണ് ഇവർ പറഞ്ഞത്, ഇയാൾ പറയുന്നു, നീ പിന്മാറണം, എനിക്ക് കുട്ടികളുണ്ട്, നിനക്കും കുട്ടികളൊക്കെ ഉണ്ടല്ലോ എന്നുള്ള, പിന്മാറണം. അപ്പോൾ ഇവൾ പറഞ്ഞില്ല, 2-3 വർഷങ്ങൾ കൊണ്ട് ഇവർ
ഭയങ്കരമായിട്ടുള്ള ആ ഒരു പ്രണയബന്ധത്തിലൊക്കെ കഴിയുകയാണ്. ഇപ്പം പെട്ടെന്ന് എന്തിൻ്റെ പേരിലായാലും പെട്ടെന്ന് അയാളെ വിട്ടുകൊടുക്കാനാണ് അവൾക്ക് ഈ ദിവ്യയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ദിവ്യ അതിന് സമ്മതിക്കുന്നു. ദിവ്യ പറഞ്ഞ ഒരു കാരണവശാലും ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് ദിവ്യ കട്ടായി നിൽക്കുന്നു. അപ്പോൾ ഇവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ ഒരുപക്ഷെ എന്തായാലും അങ്ങനെ നീ ഇനി എന്നെ വിട്ട് പോകുന്നില്ല എങ്കിൽ മറ്റൊരു ജീവിതം വേണ്ട, എന്തായാലും ആകെ നാണക്കേടായി, അങ്ങനെ ഒരു ഉറപ്പിലാണ് ഞാനങ്ങ് മരിക്കാം, ഇനി നമുക്കൊരുമിച്ച് മരിക്കാം, ഇനി ജീവിക്കണ്ട എന്നൊരു തീരുമാനത്തിൽ ഇവർ രണ്ടുപേരും കൂടെ തൂങ്ങിയതാണ്. ഒരാൾ ഒരു ഫാനിലും അടുത്തുള്ള ഫാനും മറ്റേയാളും. അങ്ങനെയാണ് മരിച്ചിരിക്കുന്നത്. പിന്നെ മറ്റൊരു സംശയം എനിക്കുണ്ടത്, പിന്നെ ഈ ദിവ്യയ്ക്ക് വീട് പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഇവളായിരിക്കും, ഈ ദിവ്യയാണ് നോക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം. അപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഈ അരിയുടെ കാശുകളൊക്കെ ദിവ്യ അടിച്ചു മാറ്റി തന്നെ വീട് പണിയിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ കുറേ തുണിയൊക്കെ പോയി എടുക്കണം. അതിന് ക്യാഷിൻ്റെ എന്തെങ്കിലും സംസാരം വന്നപ്പോൾ ഒരുപക്ഷെ ദിവ്യ പറഞ്ഞ കാശിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ദിവ്യ കൈമലത്തി കാണും. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ പ്രശ്നം ആയതാണോ? അങ്ങനെ ആയി വന്ന് ഇവർ തമ്മിൽ വല്ല പ്രശ്നം ഉണ്ടായി, ഇയാളുടെ കയ്യിൽ നിന്ന് വല്ല കയ്യബദ്ധം വന്ന് ഈ പെൺകുട്ടി മരിച്ചു. ഈ ഒരുപക്ഷെ അങ്ങനെ ഈ പെൺകുട്ടിയെ കെട്ടിത്തൂക്കിയതിന് ശേഷം ഇയാൾ ആത്മഹത്യ ചെയ്തതാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തുമായാലും പോലീസിന് മാത്രമേ ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ അന്വേഷണത്തിൽ കൂടി കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പറയുന്ന ഒരുപക്ഷെ പ്രണയത്തിൻ്റെ പേരിൽ അവർ ഇങ്ങനെ തൂങ്ങി മരിച്ചതാണ്, അല്ലെങ്കിൽ പൈസയുടെ പ്രശ്നം കൊണ്ടായിരിക്കാം, എന്തുവാണെന്ന് നമുക്കറിയില്ല. അവർ പലയിടങ്ങളിലൊക്കെ പോകുന്നവരാണ്. അങ്ങനെ വഴിയില്ല എന്തെങ്കിലും വിഷയങ്ങളായതാണോ? കാരണം ഇവരുടെ ബന്ധുക്കൾ ഒരു പരാതി ശക്തമായ രീതിയിൽ കൊടുക്കേണ്ടതുണ്ട്. കാരണം എങ്കിലും അത്ര ശക്തമായൊരു അന്വേഷണം ഇതിൻ്റെ പേരിൽ നടക്കുകയുള്ളൂ. ഏത് രീതിയിലാണ് ഇവർ പലയിടത്തും പോകുന്നവരാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പോകുന്ന വഴിക്ക് എന്തെങ്കിലും വിഷയങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും അറ്റാക്കോ അങ്ങനെ എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഒരു വിദഗ്ധമായിട്ടുള്ള ഒരു പരിശോധന ഇതിനകത്ത് ആവശ്യമാണ്. അതിന് ഇവരുടെ ബന്ധുക്കൾ തുണിഞ്ഞിറങ്ങണം. കാരണം പിന്നെ വേറെ കാര്യമുണ്ട്, ബന്ധുക്കൾ ഇതിനകത്ത് ഇറങ്ങുമെന്ന് എനിക്കറിയത്തില്ല. കാരണം അവർക്കൂടെ നാണക്കേടായിരിക്കുകയാണ് ഈ സംഭവം. കാരണം ദിവ്യയുടെ 2 പെൺകുഞ്ഞുങ്ങൾ ഇനി മരിക്കുന്ന കാലം വരെ അവരെങ്ങനെ പുറത്തിറങ്ങി നടക്കും? അവർ മരിക്കുന്ന കാലം വരെ അവർക്ക് ഇങ്ങനെയുള്ള ഒരു അമ്മയുടെ മോളാണ്, ഇങ്ങനെ ഉള്ള ഒരമ്മ ആത്മഹത്യ ചെയ്ത ഒരു അമ്മയുടെ മോളാണ്, മക്കളാണ് എന്ന രീതിയിൽ അവർക്ക് വളരണ്ടേ എത്ര കാലം? സത്യത്തെ ഒന്ന് ഓർത്താൽ ഇങ്ങനെയുള്ള സ്ത്രീകളെ പോലെയുള്ളവരൊക്കെ സ്വന്തം മക്കളെക്കുറിച്ചൊക്കെ ഒന്ന് ഓർക്കണ്ടേ? കഷ്ടം തന്നെ. എത്ര കുടുംബങ്ങളാണ് ഇതിനകത്ത് കണ്ണീരാവുന്നത്, നശിച്ചു പോകുന്നത്, കണ്ണീര് കുടിക്കുന്നത്. ആ പുരുഷൻ്റെ കുടുംബം, ആ സ്ത്രീയുടെ കുടുംബം, എല്ലാത്തിനും കാരണം എന്താണ്? ഈ 4 അക്ഷരമാണ്, അവിഹിതം. ഇനി എന്ത് വന്നാലായി പെണ്ണുങ്ങളൊക്കെ ഇത് പഠിക്കുക? സ്വന്തം ഭർത്താവിന് കിട്ടാത്ത സ്നേഹവും ഒക്കെ എവിടുന്നെങ്കിലും കയറി വരുന്ന അമ്മമാർ തിരക്കി പോകുന്ന ആ പെണ്ണുങ്ങളെ എന്ത് ചെയ്യണം? ഒന്ന് പുറത്തെ ഉള്ളമാരൊക്കെ അങ്ങ് പോകുന്നത് തന്നെ നല്ലത് ഈ ഭൂമിയിൽ നിന്ന്. ബാക്കിയുള്ളവരെങ്കിലും സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ. കഷ്ടം തന്നെ.